Hi students, welcome to the lecture. Today we will be dealing with MRTP Act. അപ്പം MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇപ്പോൾ അത് നിലവിലില്ല. അപ്പോൾ നമ്മൾ ആ MRTP ആക്ടിനെ കുറിച്ചും അതിനെ പിന്നീട് റീപ്ലേസ് ചെയ്ത കോമ്പറ്റീഷൻ ആക്ടിനെ കുറിച്ചും ആയിരിക്കും ഇനി വരുന്ന ഒരു വീഡിയോയിലും കൂടിയായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അതിൻ്റെ ഫുൾ ഫോം എന്താ? MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്. ഓക്കെ, എന്താണ്? മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്നാ നിലവിൽ വന്നിരിക്കുന്നത്? ഈ MRTP ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് 1969 1969 എന്ത് ചെയ്തിരിക്കുന്നത്? MRTP ആക്ട് വന്നിരിക്കുന്നത്. ഇതെന്താണ്? ഈ കുത്തക അവകാശം ഉറപ്പിച്ചിരിക്കുന്നവരെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെയൊക്കെ എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് കോമ്പറ്റീഷൻ എൻഷോർ ചെയ്യുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ഒരു MRTP ആക്ട് വന്നിരിക്കുന്നത്. എന്താണ്? കോമ്പറ്റീഷനെ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. ഒന്നാമത്തെ എന്താണ്? കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്? കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, പ്രൊട്ടക്റ്റ് കൺസ്യൂമർ ഇൻട്രസ്റ്റ്, കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിവെൻറ്റ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. എന്താണ് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്? റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, പ്രിവെൻറ്റ് മോണോപോളി പ്രാക്ടീസസും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസും എന്ത് ചെയ്യും? ഇവർ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസും ഇത് എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതിനുശേഷം 2002 ഈ ഒരു ആക്ടിനെ ഓവർകം ചെയ്തുകൊണ്ട് ഏത് വന്നു? കോമ്പറ്റീഷൻ ആക്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് കമ്പനീസിനെതിരെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെതിരെയോ, ഈ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് നടത്തുന്ന കമ്പനിക്കെതിരെയോ ഇൻഡിവിജ്വലിനെതിരെയോ ഗവൺമെൻറ്റിന് ആക്ഷൻസ് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആക്ട് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ഈ MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ കുഞ്ഞു ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരു ആക്ട് കൂടിയായിരുന്നു എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു MRTP ആക്ട്. ഇറ്റ് പ്രൊട്ടക്റ്റഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? മോണോപോളീസിനെ കൺട്രോൾ ചെയ്തിരുന്നു. മോണോപോളീസിനെ എന്ത് ചെയ്തിരുന്നു? കൺട്രോൾ ചെയ്തിരുന്നു. അതൊക്കെ ഓൾറെഡി എന്താണ് അതിൻ്റെ ഫുൾ ഫോമിൽ തന്നെ ഇതെല്ലാം കിടക്കുന്നുണ്ടല്ലേ. പിന്നെ എന്താണ്? കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? മോണോപോളി വന്നിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചോയ്സസ് അവൈലബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ മേടിക്കാനോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യത്തില്ല. സോ കൺസ്യൂമറിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യാനായിട്ട്. മോണോപോളിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടോ? പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതലൊക്കെ ആയിട്ടായിരിക്കും അവർ വെച്ചിരിക്കുന്നത്. സോ അവിടെ ഒരു പ്രോഫിറ്റ്സ് മാത്രം ഏൺ ചെയ്യുന്നു, അതല്ലാതെ വേറെ ഒന്നും അവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടൊരു ഫെയർ കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഒരു MRTP ആക്ട് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നമുക്കിപ്പോൾ ഓരോ ഫേംസിലും ഓരോ വർക്കേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ഫെയർ ആയിട്ടുള്ള വേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് വെൽഫെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ MRTP ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്. ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. അപ്പോൾ എന്താണെന്ന് നോക്കിക്കേ. MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് മോണോപോളിനെ കൺട്രോൾ ചെയ്യുന്നു, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിനെ ഇല്ലാതാക്കുന്നു, കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പിന്നെ എന്താണ്? വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ MRTP ആക്ട് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്?
എത്തിക് മിനിസ്ട്രിയുടെ കീഴിലായിരുന്നു എന്ന് വേണം അല്ലേ നമ്മൾ ഇനി പറയാനായിട്ട്. ഓക്കെ, ഏത് മിനിസ്ട്രിയുടെ കീഴിലായിരുന്നു ഈ MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്? MRTP ആക്ട് ഉണ്ടായിരുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിൻ്റെ കീഴിലായിരുന്നു കേട്ടോ. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിൻ്റെ കീഴിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ഈ ഒരു MRTP ആക്ട് ഉണ്ടായിരുന്നത്. ഈ MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് എന്തൊക്കെയായിരുന്നു പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തിരുന്നത്? ഫൈൻസും അതേപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ ഇംപ്രിഷൻമെൻറ്റ് അല്ലെങ്കിൽ തടവുമായിരുന്നു കൊടുത്തിരുന്നത്. എന്തൊക്കെയാണ്? ഫൈൻസും അതുപോലെ തന്നെ ഇംപ്രിഷൻമെൻറ്റുമായിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ MRTP ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ഫൈൻസ് അവർക്ക് കൊടുക്കും, അതേപോലെ തന്നെ എന്താണ് ഇംപ്രിഷൻമെൻറ്റ് അല്ലെങ്കിൽ തടവുമായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ഓക്കെ, ഇംപ്രിഷൻമെൻറ്റും ആയിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഈ MRTP ആക്ട് മെയിനായിട്ട് 3 സെക്ടേഴ്സിലായിരുന്നു വന്നിരുന്നത്. ഏതൊക്കെയായിരുന്നു സെക്ടേഴ്സ്? ഒന്ന് അഗ്രികൾച്ചർ സെക്ടറിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, പിന്നെ സർവീസ് സെക്ടേഴ്സ്. ഈ 3 സെക്ടേഴ്സിലായിരുന്നു മെയിനായിട്ടും ഈ ഒരു MRTP ആക്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കേസസ് MRTP ആയിട്ട് വയലേറ്റ് ചെയ്ത് വരുന്ന കേസുകളെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻ്റ് ഒന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ദെയർ ഹാസ് ബീൻ നോ പ്രൊവിഷൻ ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് കേസസ്. കേസസ് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു രീതിക്കുള്ള പ്രൊവിഷൻസും ഇവർക്കുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കുറേ കാര്യങ്ങൾ മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് കൊണ്ടുവന്നിരുന്നത് 1969 മോണോപോളിനെ കൺട്രോൾ ചെയ്യാനും ട്രേഡ് പ്രാക്ടീസസ് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരുന്നത്. കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിൻ്റെ കീഴിലായിരുന്നു വന്നിരുന്നത്. 3 സെക്ടേഴ്സിനെയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അതേപോലെ ഇതിൽ ആക്ട് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻസും അതുപോലെ തടവുമായിരുന്നു കിട്ടിയിരുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇതിനുണ്ടായിരുന്നില്ല കേസസ് സെറ്റിൽ ചെയ്യാനായിട്ട്. ഇതൊക്കെ ഇതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു, വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഇല്ലാതാക്കിയിരുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരു ഫെയർ കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യാനായിട്ടും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും മോണോപോളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. 2002 ഇതിനെ കോമ്പറ്റീഷൻ ആക്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത് റിപ്പീൽ ചെയ്തിട്ട് കോമ്പറ്റീഷൻ ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കോമ്പറ്റീഷൻ ആക്ടിനെ കുറിച്ചായിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.